മക്കളെ ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം കേട്ടോ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ സാറ് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഈസിയാണ്. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എവിടെ പുട്ട് ടി ഈക്വൽ ടു കൊടുക്കണം എന്ന് അറിയാം സാർ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും പുട്ട് ടി കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാം സാർ. പക്ഷെ എവിടെ ടി കൊടുക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കാം. ശ്രദ്ധിച്ചോ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ. സാറ് ഡിഫറൻഷിയേഷനിൽ പറഞ്ഞതാണ്. ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം. ബ്രാക്കറ്റ് പവർ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്. ഒന്നുകൂടി സാറ് പറയാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടോ, പവർ ഉണ്ടോ, ഡിനോമിനേറ്റർ ഉണ്ടോ, സ്ക്വയർ റൂട്ട് ഉണ്ടോ, ഇതിനകത്തുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക, പുട്ട് ടി കൊടുക്കുക. നമുക്ക് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യനാ. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എവിടെ ബ്രാക്കറ്റ്? ലോഗ് എക്സിന്. അപ്പൊ അതിന് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ടി കൊടുക്കാൻ. സിമ്പിൾ. സോ പുട്ട് ടി ഈക്വൽ ടു ലോഗ് എക്സ്. അപ്പൊ നോക്ക്, ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റോ പവറോ ഡിനോമിനേറ്ററോ സ്ക്വയർ റൂട്ടോ. അപ്പൊ ലോഗ് എക്സിന് ടി കൊടുത്തു. ഇനിയിപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് കാണാം. ഇന്റഗ്രേഷൻ ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഡെറിവേറ്റീവ് കാണാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു 1/x dx. അതായത് 1/x dxന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒന്ന് നോക്ക്. ഡി എക്സ് ബൈ എക്സ്. ഇതാ ഡി എക്സ് ബൈ എക്സിന് എന്ത് കൊടുക്കാം? ഡി ടി കൊടുക്കാം. ഡി എക്സ് ബൈ എക്സിന് എന്ത് കൊടുക്കാം? ഡി ടി കൊടുക്കാം. ഇനി എന്താ ഉള്ളത്? നമ്മുടെ ബ്രാക്കറ്റിലുള്ള ഐറ്റം. അതിനെന്താ കൊടുത്തത്? ടി. അപ്പൊ ലോഗ് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ. എന്താ ഇന്റഗ്രേഷന്റെ ഫോർമുല? എക്സ് റേസ് ടു എന്നിന്റെ ഫോർമുല എക്സ് റേസ് ടു n + 1/n + 1. സോ ടി സ്ക്വയറിന്റെ ഫോർമുല ടി റേസ് ടു 2 + 1/2 + 1 + c. അതായത് ടി ക്യൂബ് ബൈ 3 + c. എന്താ ടിയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത്? ഉത്തരം എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷനിൽ എക്സിലായിരിക്കണം. ആൻസർ കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ടത് ടിയിൽ കൊണ്ട് ഫിനിഷ് ചെയ്യരുത്. അത് ഡൗട്ടാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എക്സിൽ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ടിയുടെ സ്ഥാനത്ത് ലോഗ് എക്സ്. സോ ദ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ലോഗ് എക്സിന്റെ ക്യൂബ് ബൈ 3 + c. സംഭവം പൊളിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നോക്കാം. സാർ ഒന്നുകൂടി ചെയ്യിപ്പിച്ചതാ, ചെയ്യാലോ? ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ബ്രാക്കറ്റ് ഉണ്ടോ, പവർ ഉണ്ടോ, ഡിനോമിനേറ്റർ ഉണ്ടോ, സ്ക്വയർ റൂട്ട് ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ബ്രാക്കറ്റ് ഇല്ലെങ്കിലാണ് പവറും ഡിനോമിനേറ്ററും സ്ക്വയർ റൂട്ടൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഏതിനാ അവിടെ ടി കൊടുക്കേണ്ടത്? 1 + cos എക്സിന് സിമ്പിളായിട്ട് നമ്മൾ കൊടുത്തു. പുട്ട് ടി ഈക്വൽ ടു 1 + cos എക്സ്. ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഉണ്ടോ നോക്കണം. സ്ക്വയർ റൂട്ട് ഇല്ലെങ്കിൽ പവർ ഉണ്ടോ നോക്കണം. പവർ ഇല്ലെങ്കിൽ ഡിനോമിനേറ്ററിന് കൊടുത്താൽ മതി. പുട്ട് ടി ഈക്വൽ ടു സെറ്റാണ്. സോ പുട്ട് ടി ഈക്വൽ ടു 1 + cos എക്സ് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin x ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡി ടി ഈസ് ഈക്വൽ ടു -sin x dx എന്ന് കിട്ടും. ഈ മൈനസ് ഫുള്ളായിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -dt ഈസ് ഈക്വൽ ടു sin x dx എന്ന് കിട്ടും. ഒന്നുമില്ല, ഈ മൈനസ് ഫുള്ളായിട്ട്, ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് ഇല്ലാത്തവിടെ മൈനസ് വരും, മൈനസ് ഉള്ളവിടെ പ്ലസ് ആവും. മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഇതിനെ സ്ഥലത്ത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ഈ സാധനം ഇവിടെ sin x അല്ലേ ഉള്ളൂ. ഇവിടെ -sin x നിൽക്കേണ്ട ഒരു ഭംഗിയല്ലല്ലോ. അതുകൊണ്ട് ആ sin x-നെ -sin x-നെ +sin x ആക്കാൻ വേണ്ടി ഫുള്ളായിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾക്ക് എന്ത് കൊടുക്കാം? -dt കൊടുക്കാം. ഇത്രയും സാധനത്തിന് എന്ത് കൊടുക്കാം? -dt ഡിവൈഡഡ് ബൈ താഴെ 1 + cos x എന്താ? ടി. അതിൻ്റെ സ്ക്വയർ. സോ മൈനസ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 1/t² dt. ഈ 1/t², ടി സ്ക്വയർ മേലെ വരുമ്പോൾ എന്താവും? എൻ്റെ മക്കൾക്ക് അറിയാം. ടി സ്ക്വയർ മേലെ വരുമ്പോൾ ടി റേസ് ടു -2 dt. ഈ +2 എന്നുള്ളത് മുകളിൽ വരുമ്പോൾ എന്താവും? -2 ആവും. ഈ ടി സ്ക്വയർ, ഈ 2 പവർ മുകളിലേക്ക് വരുമ്പോൾ ടി സ്ക്വയർ എന്നുള്ളത് മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു -2 ആവും. ഇനി നമ്മുടെ ഫോർമുല എക്സ് റേസ് ടു n + 1/n + 1. അപ്പോൾ മൈനസ് പുറത്തുണ്ട്. ടി റേസ് ടു -2 എന്ന് പറയുമ്പോൾ ടി റേസ് ടു -2 + 1/-2 + 1 + c. നമുക്കറിയാം രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മൈനസ് പുറത്തുണ്ട്. ഇവിടെ 2-ന്ന് 1 പോയാൽ 1, വലുതിന് ചിഹ്നം മൈനസ് ആണ്. -1/, ഇവിടെ 2-ന്ന് 1 പോയാൽ 1 ആണ്, വലുതിന് ചിഹ്നം. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇവിടെ -2 + 1 രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ, രണ്ട് ഡിഫറൻറ്റ് സൈൻസ് ആകുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടുക. അപ്പോൾ 2-ന്ന് 1 പോയാൽ 1 ആണ്, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ ഈ മൈനസും കൂടി എന്താവും? പ്ലസ് ആവും. അപ്പോൾ ഒന്നുമില്ല, പ്ലസ് ടി റേസ് ടു -1 + c എന്ന് മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടുക. ഈ ടി റേസ് ടു -1നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം?
1/t പ്ലസ് സി എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 1/t പ്ലസ് സി എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? t⁻⁻1 പ്ലസ് സി എ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മേലെ നിൽക്കുമ്പോഴല്ലേ -1, താഴെ കൊണ്ടുവരുമ്പോൾ എന്താ? -1 പ്ലസ് 1 ആവും. ദാറ്റ് മീൻസ് ഒന്ന് നോക്കി ഇവിടെ എന്താ ഉള്ളത്? ടിയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 1 പ്ലസ് കോസ് എക്സ്, 1 പ്ലസ് കോസ് എക്സ് അല്ലെ? 1/1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. സെറ്റ് അല്ലേ? ആരൊക്കെയോ പറയണേ ഇനി ഒരെണ്ണം കൂടി ചെയ്തു തരുമെന്ന്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എല്ലാം സെറ്റ്. ഇതാ അടുത്ത ചോദ്യം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? അയ്യോ സാർ ഇവിടെ ബ്രാക്കറ്റ് ഇല്ലല്ലോ. പവർ ഉണ്ടോ? ദാ പവർ ഉണ്ട് സാർ. 9 കൊടുത്തോ ടി. ഏതിന് ടി കൊടുക്കണമെന്ന് നമ്മുടെ KBSലെ പിള്ളേർ ഇപ്പോൾ പഠിച്ചു. പുട്ട് ടി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പവറിന് കൊടുത്തു. പവർ ഇല്ലെങ്കിൽ ഡിനോമിനേറ്ററിന് കൊടുക്കും, ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ റൂട്ടിന് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ dt/dx എന്താണ്? ഡെറിവേറ്റീവ് dt/dx എന്താണ്? tan ഇൻവേഴ്സ് എക്സിൻ്റെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് dt ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് സ്ക്വയർ dx മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ എത്തുമെന്നുള്ളതാണ് dx. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം 1/1 പ്ലസ് എക്സ് സ്ക്വയർ dxന് പകരം എന്ത് കൊടുക്കാം? dt. സോ അത്രയും സാധനങ്ങൾക്ക് dt കൊടുത്തു. ബാക്കിയുള്ളത് e⁻tan ഇൻവേഴ്സ് എക്സ്, e⁻tan ഇൻവേഴ്സ് എക്സ്, e⁻tan ഇൻവേഴ്സ് എക്സ് അല്ലേ? e⁻tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? e⁻tan ഇൻവേഴ്സ് എക്സ്, e⁻tan ഇൻവേഴ്സ് എക്സിന് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ടി. tan ഇൻവേഴ്സ് എക്സിന് എന്താ കൊടുത്തിരിക്കുന്നത്? ടി പ്ലസ് സി. e⁻tക്ക് എന്തെന്നെയാണ് ഫോർമുല? e⁻tക്ക് എന്തെന്നെയാണ് ഫോർമുല? e⁻tക്ക് എന്തെന്നെയാണ് ഫോർമുല പറഞ്ഞോ? യെസ്, e⁻t തന്നെയാണ് ഫോർമുല പ്ലസ് സി. ഇനി ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ടിയുടെ സ്ഥാനത്ത് tan ഇൻവേഴ്സ് എക്സ്. സോ e⁻tan ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സെറ്റ് അല്ലേ? അല്ലേ? ആണോ അല്ലയോ? യെസ്, e⁻tയുടെ ഇൻ്റഗ്രൽ e⁻t തന്നെയാണ്. അത് കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ ചെയ്യും. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഈ tan ഇൻവേഴ്സ് എക്സിന് പുട്ട് ടി കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യും. ആ tan ഇൻവേഴ്സ് എക്സിന് പുട്ട് ടി കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യും. കാരണം ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഉണ്ടോ നോക്കണം, അതില്ലെങ്കിൽ പവർ ഉണ്ടോ നോക്കണം, അതില്ലെങ്കിൽ ഡിനോമിനേറ്ററിന് ടി കൊടുക്കാം. അപ്പോൾ ഏത് ഓപ്ഷൻ എവിടെ ടി കൊടുക്കണം നിങ്ങൾ മനസ്സിലായി. ഇത് വേഗം ചെയ്ത് ആൻസർ പോസ്റ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.